ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോരിച്ചൊരിയുന്ന മഴയത്തും ചെണ്ടമേളം, മദ്ദളം, എല്ലാവിധ അലങ്കാരങ്ങളും ശബ്ദതരംഗങ്ങളും കൂടിയിട്ടാണ് തിയേറ്ററുകൾക്ക് മുമ്പിൽ മമ്മൂട്ടി ഫാൻസ്. കോരിച്ചൊരിയുന്ന മഴ. ആ മഴയത്ത് മമ്മൂട്ടിയുടെ ടെർബോ കാണാൻ അക്ഷരാർത്ഥത്തിൽ ജനപ്രവാഹം. കള്ളം പറയുകയല്ല, സിനിമ കണ്ടിട്ടാണ് പറയുന്നത്, ആലോചിക്കണം. പക്ഷേ ഈ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ത്രൂ ഔട്ട് ആക്ഷൻ പടമാണെന്ന് ആലോചിക്കണം. ഈ അടുത്ത കാലത്തൊന്നും മമ്മൂട്ടിയുടെ ആക്ഷൻ സിനിമ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ പരാതി ഫാൻസുകാർക്കുണ്ട്. ആ ഫാൻസുകാരുടെ പരാതി ഒഴിവാക്കാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു സിനിമയാണ് ടെർബോ എന്ന കാര്യം യാതൊരു സംശയവുമില്ല. അപ്പോൾ ചോദിക്കും, ഫാൻസുകാർക്ക് മാത്രമാണോ ഇഷ്ടപ്പെടുക? അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ വിഭാഗം ആൾക്കാർക്കും ഇഷ്ടപ്പെടാവുന്ന സിനിമയാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആ സിനിമ കണ്ട് ലോജിക്കിലേക്ക് പോകരുത്. 2.5 മണിക്കൂർ സമയം പോകുന്നതറിയില്ല. നിങ്ങൾ ആഹ്ലാദിക്കും. സിനിമ ആഹ്ലാദിക്കാനാണെങ്കിൽ സിനിമ ആഹ്ലാദിക്കും എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ ഇതിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടുന്ന ഒറ്റൊരു നടനത്ത് ഒരു കന്നഡ നടനുണ്ട്. ഒരു തെലുങ്ക് നടനുണ്ട്, കന്നഡ നടനുണ്ട്. ഈ കന്നഡ നടൻ രാജ്ബി ഷെട്ടി എന്നാലോചിക്കണം. രാജ്ബി ഷെട്ടി കന്നഡയിലെ എഴുത്തുകാരാണ്, സംവിധായകനാണ്, നടനാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ ഷെട്ടിയാണ് മമ്മൂട്ടിയുടെ എതിരായിട്ടുള്ള സൂപ്പർ വില്ലനായിട്ട് വരുന്ന ആലോചിക്കണം. എതിരെ മമ്മൂട്ടി. പിന്നെ സുനിൽ എന്നുള്ള തെലുങ്ക് നടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി പരുക്കേറ്റ് ആശുപത്രിയിലായിരുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഞാനന്ന് വിളിച്ചു. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു, വയസ്സാം കാലത്ത് ഇപ്പോൾ ഇത്രയും വലിയ ആക്ഷൻ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അതായത് നമുക്ക് തോന്നും, ഈ 73 വയസ്സ് കഴിഞ്ഞ ഈ മമ്മൂട്ടി എന്തിനാണ് ഇത്രയും ആക്ഷൻ പടം? അതായത് നിങ്ങൾ ഒരു സംശയം വേണ്ട, ഈ അടുത്ത കാലത്ത് ഇത്രയും ആക്ഷനുള്ള സിനിമ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മമ്മൂട്ടിയുടെ ആക്ഷൻ അറിയാലോ. മമ്മൂട്ടിയുടെ ആക്ഷൻ പടം കണ്ട് ആസ്വദിക്കും. തിയേറ്ററിൽ നമുക്ക് സത്യം പറയാം, എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല. ഫാൻസുകാർ അടക്കമുള്ളവർ ആദ്യം തൊട്ട് അവസാനം വരെ കയ്യടിയും കൂക്കിയൊളിയും സന്തോഷ പ്രകടനമാണ്. പല ഡയലോഗുകളും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇത് അവർ സന്തോഷം കൊണ്ടാണ്. പക്ഷെ നമ്മളും സിനിമ കാണാൻ പോകുന്നത് മമ്മൂട്ടിയുടെ ഈ സിനിമ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ സിനിമ കാണാൻ പോകുമ്പോൾ അതിൽ പറയാവുന്ന ചില 5 ഡയലോഗുകൾ അതിലുണ്ടെന്ന് ആലോചിക്കണം. ആ ഡയലോഗുകൾ നമുക്ക് കേൾക്കണം. ആ ഡയലോഗുകൾ രസകരമാണെന്ന് ആലോചിക്കണം. അതായത് ഇൻസിഡൻറ്റ് കോമഡി ഉണ്ടായിരിക്കും, ഡയലോഗ് ഈ രണ്ടും ഈ സിനിമയിലുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ പോകുന്ന ഈ സിനിമ, അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ഈ ഇത്രയും വൈകിട്ട് 2024 എന്തിനാണ് മമ്മൂട്ടി ഇത്രയും ആക്ഷൻ ഉള്ളൊരു സിനിമ ചെയ്തതെന്ന് ഒരു ചർച്ച വന്നിരിക്കുന്നു. കാരണം മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് കണ്ട സിനിമകൾ, കാതലടക്കമുള്ള സിനിമകൾ കണ്ടപ്പോൾ വളരെ ചെറിയ സിനിമയായി നമുക്ക് തോന്നി, വളരെ നന്നായിട്ട് ചെയ്ത സിനിമയായിട്ട് തോന്നി. അത്തരം സിനിമകളിൽ നിന്ന് മമ്മൂട്ടി പെട്ടെന്നൊരു ചാട്ടമാണത്. എത്രയും നമ്മൾ പറയാറില്ല, ആദ്യകാലത്ത് 23 പാട്ട് 30 പാട്ടൊക്കെ സിനിമയിലുണ്ടെന്ന് പറയുമല്ലേ. ഇതിലൊരു ഞാൻ എണ്ണിക്കുടഞ്ഞൊരുണ്ട് 10-18 സ്റ്റണ്ട് ശരിക്കും ഇതിലുണ്ടെന്ന് ആലോചിക്കണം. ഈ തുടക്കം മുതലേ ഒരു ക്രൈം മൂഡിലുള്ള അതിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുക. സസ്പെൻസ് ഉണ്ട് ഇതിൽ ശരിക്കും. ഇതെല്ലാം ഉണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ സത്യത്തിൽ അതിമാനുഷികമായൊരു കഥാപാത്രമായിട്ടാണ് ടെർബോ ജോസ് എന്നുള്ള കഥാപാത്രത്തെ കാണിച്ചിരിക്കുന്ന. ഇപ്പോഴും ടെർബോ ചിലർ പറയുന്നുണ്ട്, ഇത് നമ്മൾ കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാൽ ഇയാൾ കുഞ്ഞച്ചൻ്റെ ഒരു ലൈക്ക്നെസ് ഇല്ലേ, കോട്ടയം കുഞ്ഞച്ചൻ്റെ, അവിടേക്കൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞു, അവിടേക്കൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം മമ്മൂട്ടിയുടെ തന്നെ ആക്ഷൻ പടങ്ങളിത് കോട്ടയം കുഞ്ഞൻ്റെ ഒരു ബന്ധമില്ല. കാരണം ജോസ് എന്ന് പേരുള്ളതുകൊണ്ട് നിങ്ങൾ കോട്ടയം കുഞ്ഞെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമില്ല എന്ന് ആലോചിക്കണം. പക്ഷേ ഇതിൻ്റെ ഒരു കഥയുടെ തുടക്കം, ആ ഒരു ലിങ്ക്, അത് വളരെ മനോഹരമായിട്ടുള്ളതാണെന്ന് ആലോചിക്കാം. വളരെ ലിങ്കായിട്ട്. കാരണം ഇവിടുന്ന് ഓരോ ഇൻസിഡൻറ്റ് പോയി മറ്റാ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നുള്ള ക്ലൈമാക്സ്, ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ ഉള്ളൊരു മൂഡെന്ന് പറഞ്ഞാൽ ക്രൈം മൂഡിൽ, കൊലപാതകത്തിൻ്റെ മൂഡിൽ തുടങ്ങിയിട്ട് അവസാനം കൂട്ടടിയിലും സംഘട്ടത്തിലും മരണത്തിലും എല്ലാം അവസാനിച്ച് കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നീടുണ്ടാകുന്ന ക്ലൈമാക്സിന് സംഭവങ്ങളൊന്നും ആലോചിക്കണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആദ്യം നമുക്ക് സത്യം പറഞ്ഞാൽ രാവിലത്തെ 9ാമത്തെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ബുക്ക് ചെയ്തിട്ടും കിട്ടിയില്ല.
അത് തമാശ പറയില്ല. 12 മണിത്തെ ഷോയ്ക്കാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇൻക്ലാബ് സിന്ദാബാദ് ബഹ്റം നേതാവിൻ്റെ പേരൊക്കെ പറഞ്ഞ പോലെയാണ്. തിയേറ്ററിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒരു ജാഥയായിട്ടാണ് മുദ്രാവാക്യം വിളിച്ച് ജാഥയായി മമ്മൂട്ടിക്ക് ജയ് വിളിച്ചുകൊണ്ടാണ് ഒരു സംഘം ചെറുപ്പക്കാർ വരുന്നതായിരിക്കണം. അതിങ്ങനെ ആ ജനം ഫുള്ളായിരുന്നു, ഹൗസ്ഫുള്ളാണ് ഒഴുകിക്കൊണ്ട് അവസാനം വരുമ്പോഴും ഇതേടെയാണ് നിൽക്കുന്നത്. പിന്നെ ചെണ്ടവാദ്യം അതുമായിട്ട്, അതായത് സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പബ്ലിസിറ്റി കൂടി ഈ സിനിമയ്ക്ക് കൊടുത്തുന്നതായിരിക്കണം. മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കും ഈ അടുത്ത കാലത്തുണ്ടാകാത്ത വമ്പൻ പബ്ലിസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ തിയേറ്ററുകൾക്ക് മുമ്പിലും വമ്പൻ കട്ടൗട്ടറാണ് വെച്ചിരിക്കുന്നത് ആലോചിക്കണം. കാരണം ഇത് വളരെ മമ്മൂട്ടിയുടെ സ്വന്തം നിർമ്മാണ കമ്പനി നിർമ്മിച്ച സിനിമയാണെന്ന് അറിയും. 10-80 കോടി രൂപ ചിലവാക്കിയതാണ്. ആ 80 കോടി ചിലവാക്കിയതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. നമ്മൾ ദോഷം പറയാൻ പറ്റില്ല, അത് കാണാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സിനിമയാണെന്ന് ആലോചിക്കണം. ഇപ്പം നമുക്ക് ചോദിക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് അത്ര അധികം ആൾക്കാരൊന്നുമില്ല. അതേ സ്ഥാനത്ത് നമ്മൾ രാജ് ബി ഷെട്ടി സൂപ്പറായിട്ട് ചെയ്തു, ഉള്ള കാര്യം പറയാലോ. ഈ മാത്രമല്ല മമ്മൂട്ടിയുടെ സ്വന്തം നിർമ്മാണ കമ്പനി, മമ്മൂട്ടിയാണ് നായകൻ. പക്ഷേ മമ്മൂട്ടി ഈ വില്ലന് കൊടുത്തിരിക്കുന്ന സ്ഥാനം, വില്ലന് കൊടുത്തിരിക്കുന്ന സാധ്യതകൾ, നായകതുല്യമായ വേഷം, അതായത് വില്ലനും നായകനും ഒരുപോലെ വരുന്ന പോലെയാണ് ഈ ഷെട്ടി ചെയ്തിരിക്കുന്നത്. അപാരമായിട്ട് വില്ലൻ കഥാപാത്രത്തെ അതിമനോഹരമായിട്ട് രാജ് ബി ഷെട്ടി ചെയ്തു എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് സുനിലാണ്, തെലുങ്ക് സിനിമയിലെ. അയാൾ അവിടെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണത്. ഇതിൽ വില്ലൻ തന്നെയാണ്, പക്ഷേ അത് കോമഡി വില്ലനായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്ന ആലോചിക്കണം. അങ്ങനെ ചില കഥാപാത്രങ്ങൾ നമുക്ക് ഈ മമ്മൂട്ടിയോടൊപ്പം നിർത്തി പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ആലോചിക്കണം. പിന്നെ ആക്ഷൻ രംഗങ്ങൾ നമ്മൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്നൊരു കാര്യം, ഇത്രയും ആക്ഷൻ വേണോ? കാര്യം ഇത്രയും ആക്ഷൻ വേണമെന്ന് ചോദിച്ചാൽ ശരിക്കും മമ്മൂട്ടിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. മമ്മൂട്ടി കാരണം ഈ വൈശാഖ് കാലത്ത് മമ്മൂട്ടിയെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാൻ വൈശാഖ് തോന്നിയതാണോ അത് മമ്മൂട്ടി സമ്മതിച്ചതാണോ എന്ന് ആലോചിക്കണം. ദോഷം പറയതല്ലോ, വൈശാഖ് ഞാൻ കുറേയും കൂടിയും കാര്യങ്ങൾ പ്രതീക്ഷിച്ചതാണെന്ന് ആലോചിക്കണം. കാരണം വൈശാഖിൻ്റെ സിനിമ ഇതിലേയും കുറച്ചും കൂടി രൂക്ഷമായിട്ട് നിൽക്കണം എന്ന് പറയാൻ കാരണം നമുക്ക് ചില സമയത്തൊക്കെ ഫീല് ചെയ്യുന്നുണ്ടോ, ആക്ഷൻ രംഗങ്ങളിൽ ഫീല് ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നുന്നുണ്ട്. അതല്ല പിന്നെ ഈ സംഘടന നിൽക്കുന്നത്, അടി ഇടി വെടിയൊക്കെ നിൽക്കുന്നത് പെട്ടെന്നല്ല, കുറേ സമയം അങ്ങനെ നീണ്ടിരിക്കുക. സിനിമ ഈ എടുത്ത് 2.5 മണിക്കൂർ കറക്റ്റ്, സിനിമയുടെ സമയം 2.5 മണിക്കൂർ എടുത്തു നോക്കിയാൽ 1.5 മണിക്കൂർ സമയം സംഘട്ടത്തിന് വേണ്ടി, അടി ഇടി വെടി പോയ്ക്ക് വേണ്ടി ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആലോചിക്കണം. അതായത് പ്രേക്ഷകരെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പ്രേക്ഷകരെ കോൾമായി കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റു ഭാഷകളിൽ വിറ്റുപോകാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല ഈ കന്നഡയിലും തെലുങ്കിലെയും താരങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവിടേക്കും വിറ്റുപോകാനുള്ള തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, മമ്മൂട്ടിക്ക് ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ ഒരു സിനിമ എന്തിന് ചെയ്യാൻ തോന്നി എന്ന് നമ്മൾ ചോദിക്കും. കാരണം പണത്തിന് വേണ്ടിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം കാശുവാരിയുള്ളതാണ്, നഷ്ടക്കച്ചവടം ഒന്നുമില്ല. ഇതും പണവും വാരും, വേറെ കുറേ പടങ്ങൾ എടുക്കാമായിരുന്നു. പക്ഷേ ഇത് മമ്മൂട്ടി ചെയ്യേണ്ട പടമായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല, മോശമായിട്ടല്ല. കാരണം മമ്മൂട്ടിയിൽ നിന്ന് ഇങ്ങനത്തെ പടങ്ങളല്ല നമ്മളിന് ആഗ്രഹിക്കേണ്ടത്. മമ്മൂട്ടി കുറേ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ പടങ്ങളുടെ വസൂലേക്ക് പോകേണ്ടതാണ്. ഇടയ്ക്ക് ആക്ഷൻ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിത്തിരി ആക്ഷൻ കൂടിപ്പോയി. അതിന് മമ്മൂട്ടി ആക്ഷൻ ചെയ്ത് ആശുപത്രിയിൽ ഇറങ്ങി ഡൂപ്പിടാതെ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ദോഷവും മമ്മൂട്ടിക്കുണ്ടായിരിക്കും. അപ്പോൾ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്താലും പ്രേക്ഷകർക്ക് കുറവില്ല, ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടം കാശുവാരും. ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഇത് കോടികൾ എത്തുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല, ബഹുഭാഷ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതൊരു ക്ലൈമാക്സ് ഉണ്ട്. ഈ ക്ലൈമാക്സ് വളരെ ബുദ്ധിപൂർവ്വം ഇതിൻ്റെ വില്ലന്മാരെ എല്ലാം ഒതുക്കി നാട്ടിലേക്ക് വന്ന മമ്മൂട്ടിക്ക് ഒരു പാഴ്സൽ വരുന്നുണ്ടെന്ന് ആലോചിക്കണം. അവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന വിജയ് സേതുപതിയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഈ സിനിമയ്ക്ക് ഒരു 2ാം ഭാഗമുണ്ട്. ആ 2ാം ഭാഗത്തിൽ ഈ വില്ലൻ്റെ അനുജനോ മറ്റോ ആരായിരിക്കാം വിജയ് സേതുപതി ഇനി പോകുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ വിജയ് സേതുപതി ആയിരിക്കും ഇതിൻ്റെ 2ാം ഭാഗത്തിൻ്റെ വില്ലൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വർഷം തന്നെ ഇതിൻ്റെ 2ാം ഭാഗത്തിൻ്റെ ജോലികൾ ആരംഭിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയും പണം വരാൻ പറ്റും. ഇതെല്ലാവരും കാണേണ്ട പടമാണ്. ഒറ്റ കാര്യം,
സിനിമ കാണുക, ആസ്വദിക്കുക, വേറെ ഒരു ലോജിക്കിലേക്കും പോകരുത്. അപ്പോൾ നമ്മളിത് ആസ്വദിച്ചതിന് ശേഷം ചോദിക്കും, ഞാൻ ചോദിക്കുന്നു ഇത് മമ്മൂട്ടി ചെയ്യേണ്ട സിനിമയാണോ? ആർക്ക് വേണമെങ്കിലും ചെയ്യാം.